സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേപോലെ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. അങ്ങേപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലി യോഗം ചേരുകയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. ചോദ്യോത്തരവേള, മറുപടിയൊക്കെയായി നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടയിൽ ഇടപെട്ട് സ്പീക്കർ സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മദ്യ കമ്പനിയുടെ പേരടക്കം എടുത്തു പറയുമ്പോഴായിരുന്നു സ്പീക്കറുടെ ഇടപെടൽ. വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതി ആരോപണം ഉന്നയിച്ചത്. സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാകുകയെന്നും അതാണ് ഗൗരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കർണാടകയിലെ മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് ഈ നീക്കം. സ്വകാര്യ മദ്യ കമ്പനിയായ ബക്കാഡിക്ക് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. നികുതി കുറയ്ക്കുന്നത് ബക്കാഡിക്ക് വേണ്ടിയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പിന്നാലെയായിരുന്നു സ്പീക്കർ ഇടപെട്ടത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെടൽ നടത്തി. എന്തായാലും പൊടുന്നനെ തന്നെ സ്പീക്കർ ഇടപെടലുണ്ടായി. തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്പീക്കർ ഇടപെട്ട് സംസാരിക്കുകയുണ്ടായി. എന്തായാലും ആ ഒരു വാക്കുകളിലേക്ക്. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റിന്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബില്ലുണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം. സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേപോലെ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്കും വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അടിയന്തര പ്രമേയത്തിലുള്ള സാധ്യത ഒഴിവാക്കി. അതിനകത്തെ കണ്ടൻസിലോട്ട് പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങേക്ക് വാക്കൗട്ട് ഉണ്ടെങ്കിൽ അങ്ങേക്ക് ആ കാര്യം ഒരു വിവരം പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടോ? സർ, ഞാനൊരു കാര്യം പറയാ. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അങ്ങേപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയിൽ നിന്ന് ഞാൻ നീതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സർ, നമ്മുടെ നാട്ടില് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇതാണ് ഗൗരവമായ തരത്തിലും ഇത് അനുവദിക്കാൻ പറ്റില്ല.
നമ്മുടെ നാടിന് വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന. അതാണ് സംഭവിക്കുന്നത് എന്ന് നാം കാണണം. ഇന്നും നാളെയുള്ള ചർച്ചകളിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഏതായാലും ഇത് കൺക്ലൂഡ് ചെയ്യും. അങ്ങയുടെ റൂളിംഗ് ആണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള താല്പര്യം നമുക്ക് ഗവൺമെന്റിന്റെ നിലപാടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് അങ്ങ് കഠിനമായി നിൽക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല, ഞാൻ നിയമവും ചട്ടവും കീഴ്വഴക്കങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ലഹരിയെ കുറിച്ച് ബഹുമാനായ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ലഹരിയുടെ ആപത്തിനെ കുറിച്ച്. ആ ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് വരുന്നത്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സഹകരിക്കാൻ സാധാരണഗതിയിൽ പ്രയാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദയവായിട്ട് ചെയറുമായിട്ട് സഹകരിക്കും പ്ലീസ്. ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് പ്ലീസ് സഹകരിക്കൂ, പ്ലീസ്. അതേസമയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബഹളം, ഇറങ്ങിപ്പോക്ക്, നാടകീയ സംഭവ വികാസങ്ങൾ. നാടിന് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നിർദ്ദേശമാണ് ബജറ്റിൽ ഉണ്ടായിരുന്നതെന്നും അടിയന്തര പ്രമേയം അനുവദിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ മറുപടി നൽകി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്, അങ്ങേപോലെ നീതിമാൻ ചെയറിലിരിക്കുമ്പോൾ ഇതെല്ലാം അനുവദിക്കാമോ എന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പിണറായി ചോദിച്ചത്. അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിൽ പിന്നീട് സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. മുദ്രാവാക്യം വിളിച്ച് നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്ത് പ്രതിഷേധമുണ്ടായാലും വാച്ച് ആൻഡ് വാർഡിന് വിളിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭയിൽ ചർച്ച നടക്കേണ്ട വിഷയമാണ് നോട്ടീസിൽ എന്നുള്ളതെന്നും ബജറ്റിനെ കുറിച്ച് ചർച്ചയ്ക്ക് ശേഷം സർക്കാർ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ സഭയിൽ വാക്കൌട്ട് നടത്തിയത്. അതിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കെ എൻ ബാലഗോപാൽ MLA പറഞ്ഞത് ഇപ്രകാരമാണ്: വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുകയാണ്. പ്രതിപക്ഷത്തിന് മാത്രമല്ല ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളത്, ഭരണപക്ഷത്തിനുള്ളിലും തീരുമാനത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം എന്ന പുതിയ ഒരു കാറ്റഗറി UDF സർക്കാർ കൊണ്ടുവന്നു. LDF സർക്കാർ കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാരണം പറഞ്ഞാണ്. അടിയന്തര പ്രമേയത്തിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച കാര്യങ്ങൾ രേഖകളിൽ നിന്ന് നീക്കി. ഇത് ഒരു ഇരുണ്ട കാലത്തിലേക്കുള്ള നീക്കമാണ്. വരും കാലങ്ങളിൽ VD സതീശൻ സർക്കാർ നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിന്റെ ഉദാഹരണം
ഉദാഹരണമാണ് ഇന്ന് കണ്ടതെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ LDF സർക്കാർ 3 വർഷം വൈകിപ്പിച്ച നടപടി അതിവേഗം UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് KN ബാലഗോപാൽ ആരോപിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ UDF സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? വിഷയത്തിൽ അഴിമതി മണക്കുന്നുണ്ട് എന്നതിൽ സംശയമുണ്ട്. നിയമസഭയിൽ തന്നെ കബളിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നികുതി കുറയ്ക്കുന്ന തീരുമാനം നടപ്പിലാക്കരുതെന്നും KN ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. എന്തായാലും സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവെന്ന വിഷയത്തിൽ വലിയ രീതിയിലുള്ള വാക്പോരാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.